നമസ്കാരം. ചർവിത ചർവണം പോലെ തിരുത്തൽ ചർച്ചകൾ സംബന്ധിച്ച വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വരുമ്പോഴും കൂടുതൽ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് യഥാർത്ഥത്തിൽ CPM നേരിടുന്നത് എന്ന് വ്യക്തമാക്കുന്ന പ്രസ്താവനയാണ് ഇപ്പോൾ മുതിർന്ന നേതാവും പോളിറ്റ് ബ്യൂറോ അംഗവുമായ MA ബേബിയിൽ നിന്നും വന്നിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയിൽ കടുത്ത പരസ്യ വിമർശനവുമായി ഒരു PB അംഗം തന്നെ രംഗത്തു വന്നത് CPM നേതാക്കളെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മുഴങ്ങുന്നത് CPM-ന്റെ അപായമണിയാണെന്നും CPM-ന്റെ ദുഷ്പ്രവണതകൾ അവസാനിപ്പിക്കണമെന്നുമൊക്കെയാണ് പച്ചക്കുതിര മാസികയിൽ എഴുതിയ ലേഖനത്തിൽ MA ബേബി ഉയർത്തിയ വിമർശനം. കഴിഞ്ഞ ദിവസം CPM കേന്ദ്ര കമ്മിറ്റിയിലും പാർട്ടി നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ചയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ബേബിയുടെ വിമർശനം. കടക്ക് പുറത്ത് എന്ന പ്രയോഗം മാധ്യമങ്ങൾ പിണറായി ശൈലിയാക്കിയെന്നും ഇത് പാർട്ടിക്ക് തിരിച്ചടിയായെന്നും MA ബേബി ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത് വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. മാധ്യമങ്ങളെ അകറ്റിയത് തിരിച്ചടിയായത് കൂടാതെ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ സംഘടനാ വീഴ്ചയുണ്ടായി എന്നും ലേഖനത്തിൽ പറയുന്നു. പാർട്ടിയെ പ്രതിരോധിക്കുക എന്നതിനപ്പുറത്ത് പാർട്ടിയിൽ വളർന്ന ദുഷ്പ്രവണതകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന കൃത്യമായ നിരീക്ഷണമാണ് ലേഖനത്തിൽ ഉള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ തിരിച്ചടികളെ കൃത്യമായി വിലയിരുത്തണമെന്നും അപായമണികൾ തിരിച്ചറിയണമെന്നും ലേഖനത്തിൽ പറഞ്ഞത് ബംഗാളും ത്രിപുരയും നേരിട്ട അനുഭവം മുന്നിൽ വെച്ചുകൊണ്ടാണെന്ന് വ്യക്തം. പാർട്ടിയിൽ മേൽത്തട്ട് മുതൽ താഴെത്തട്ട് വരെയുള്ള അഹന്ത ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റി എന്ന നിഗമനത്തിലെത്തുന്ന ബേബി അടിയന്തരമായ തിരുത്തലുകളാണ് ആവശ്യം എന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നേരത്തെ തെരഞ്ഞെടുപ്പ് അവലോകനം നടന്ന പല ജില്ലകളിൽ നിന്നും ഉയർന്നു വന്നുവെന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ശരിവെക്കുന്ന ശൈലിയിലാണ് ബേബി തന്റെ ലേഖനം തയ്യാറാക്കിയിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വം അവലോകന യോഗം ചേരുന്നതിന് തൊട്ട് തലേ ദിവസം സമാനമായ പരാമർശങ്ങളുമായി കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് രംഗത്ത് വന്നതും വലിയ ചർച്ചയായിരുന്നു. നേരത്തെ ഐസക് ഉന്നയിച്ചതും ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി യോഗം തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിയതിനു ശേഷം ഒരു PB അംഗം തന്നെ രംഗത്ത് വന്നതുമൊന്നും CPM-ന്റെ സംഘടനാ രീതി പരിശോധിക്കുമ്പോൾ അസാധാരണമായ നടപടികളാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു കാലഘട്ടത്തിൽ തികഞ്ഞ തിരുത്തൽ ശക്തിയായിരുന്ന CPI ബിനോയ് വിശ്വത്തിന്റെ രൂപത്തിൽ മുന്നണിയിലെ വല്യേട്ടനായ CPM-നെതിരെ രംഗത്ത് വന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ബേബി ഉയർത്തിയതിന് സമാനമായ വിമർശനങ്ങളാണ് ബിനോയ് വിശ്വവും ഉയർത്തിയതെന്നതാണ് ശ്രദ്ധേയം. ദേശീയ തലത്തിൽ പാർട്ടി ഇന്ത്യ സഖ്യത്തോടൊപ്പം ചേർന്നു പോകാൻ തീരുമാനിച്ചപ്പോൾ കേരളത്തിൽ രാഹുൽ ഗാന്ധിയെ തുറന്നു തീർക്കുന്ന സമീപനമാണ് പിണറായി വിജയൻ സ്വീകരിച്ചത്. കോൺഗ്രസുമായി ചേർന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ച നയമാണ് പാർട്ടിയുടെ കേരളത്തിലെ തോൽവിക്ക് കാരണമെന്ന വിലയിരുത്തലാണ് പിണറായിയും കൂട്ടരും നടത്തിയത്. ഇത് പക്ഷേ കേന്ദ്ര കമ്മിറ്റി സ്വീകരിച്ചില്ല. വർഗാടിസ്ഥാനത്തിൽ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ ശൈലിയിലൂടെ വിലയിരുത്തുന്നതിന് പകരം ജാതി മത ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ വോട്ട് ചോർച്ച വിലയിരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി തള്ളി എന്ന വാർത്തയും ഇതിനകം പുറത്തു വന്നിരുന്നു. സംസ്ഥാന കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിനെ പരസ്യമായി തള്ളുന്ന വിമർശനമാണ് ഇപ്പോൾ ബേബിയുടേതായി പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ഉള്ളതെന്ന് വ്യക്തം. ഇത് സംസ്ഥാനത്തെ പാർട്ടിയിൽ വ്യക്തമായ രണ്ട് ചേരി രൂപപ്പെടുന്നതിന്റെ സൂചന കൂടിയാണ്. ഇവിടെയൊക്കെ ഭദ്രമാണെന്നും കുഴപ്പം ആരോപിച്ച് ആരും ഇങ്ങോട്ട് വരേണ്ടെന്ന മർക്കടമുഷ്ടിയോടെ നിൽക്കുന്ന പിണറായി വിജയൻ ഒരു ഭാഗത്തും MA ബേബിയും ഐസക്കും ഉൾപ്പെടെ മറുവിഭാഗവും കൊമ്പുകോർക്കുമ്പോൾ CPM സംഘടനാപരമായി കൂടുതൽ കുഴപ്പത്തിലേക്ക് നീങ്ങുമെന്നുറപ്പ്.